ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലുള്ള മൂന്നാമത്തെ മത്സരത്തിന് വേണ്ടിയാണ് നാളെ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ചിലിയാണ് ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക. മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം അരങ്ങേറുക. ഏതായാലും ഈ മത്സരത്തിനുള്ള ലൈനപ്പ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മുഴുവൻ ട്രെയിനിങ് സെഷനുകളും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പോസിബിൾ ലൈനപ്പിൽ നിന്നും മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേ ലൈനപ്പിനെ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി നാളത്തെ മത്സരത്തിൽ ഇറക്കുക എന്നുള്ളത് ബ്രസീലിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ആ ഒരു ലൈനപ്പ് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ വെസ്ലിയാണ് കളിക്കുക. സെന്റർ ബാക്ക് പൊസിഷനിൽ മാർക്കീഞ്ഞോസും ഗബ്രിയേൽ മഗല്ലസും അവിടെ ഉണ്ടാകും. അതായത് അലക്സാൻഡ്രോ റിബേറോ പുറത്തിരിക്കേണ്ടി വരും. പകരം ഗബ്രിയേൽ മഗല്ലസ് തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഡഗ്ലസ് സാന്റോസിനാണ് നറുക്ക് വീണിട്ടുള്ളത്. അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചേക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗൊയ്മറസ്, കാസമിറോ ഇവരായിരിക്കും മധ്യനിരയിൽ ഉണ്ടാവുക. കൂടാതെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിലാണ് റാഫീഞ്ഞ കളിക്കുക. ഇടത് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ കളിപ്പിക്കാനാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം വലത് വിങ്ങിൽ എസ്റ്റവായോ വില്ലനാണ് വരിക. സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിലാണ് ജാവോ പെഡ്രോ കളിക്കുക. ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഒരു ലൈനപ്പ് വരുന്നത്. അതായത് അറ്റാക്കിങ്ങിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ലൈനപ്പ് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിന്റെ പരിശീലകൻ തയ്യാറാക്കിയിട്ടുള്ളത്. 4 അറ്റാക്കിംഗ് താരങ്ങളെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. ഒരു മികച്ച വിജയം ഇതുവഴി ബ്രസീൽ സ്വന്തമാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.